ഈ സാധാരണ എഴുത്തുകാരും സാംസ്കാരിക നായകരും ഒക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ളവരാണ്. ഇടതുപക്ഷ സഹയാത്രികരായിരിക്കും. നമുക്കറിയാലോ, പുരോഗമന കലാസാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇതൊക്കെ ഒരു ഇടത് സ്വഭാവമുള്ളവരാണ്. അങ്ങനെ നിന്നിട്ട് സർക്കാരിൻ്റെ ഈ പല ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് തന്നെ വീണ്ടും തുടർഭരണം ഉണ്ടാകുന്നത് അപകടമുണ്ടാക്കും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സച്ചിദാനന്ദ കവികൾ. ഈ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് സച്ചിദാനന്ദൻ. ഈ സാംസ്കാരിക നായകന്മാർ ഉത്തരം താങ്ങുന്ന പല്ലികളാണ്. ഇവരെ വിചാരിച്ച ഇവർ പറയുന്ന നാട്ടുകാർ മൊത്തം കേൾക്കുമെന്നാണ്. ഞാൻ പറയുന്നു ഇന്നാൾക്ക് വോട്ട് ചെയ്യും, എനിക്ക് വോട്ടുണ്ടായി, ഞാൻ ഇന്നാൾക്ക് ചെയ്യും. സുരാജ് മത്സരിച്ച സമയത്ത് കേരളത്തിലെ സകല സാംസ്കാരിക നായകന്മാരും അയ്യോ എനിക്ക് അവിടെ വോട്ടുണ്ടായിരുന്നെന്ന് ആഗ്രഹിച്ചു. സ്വരാജ് ജയിച്ചു ഇല്ല. അപ്പോൾ ഈ സാംസ്കാരിക നായകന്മാർ തെറ്റ് തന്നെ അവർ വന്ന ജനങ്ങൾ ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങളിപ്പം ഞാൻ സാംസ്കാരിക ഈ കൂട്ടത്തിൽ പെടുന്ന ആളാണ്, ഞാൻ ഇന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ്. എന്നോട് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവനകളൊക്കെ ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു പോയി. ഇപ്പം അങ്ങനെ അടുത്ത ആളുകൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പൊതുകാര്യം പറയുന്നുണ്ടെങ്കിൽ പറയില്ല. കാരണം എനിക്കത് നമ്മളെ വന്ന് ഇത് പട്ടി കേൾക്കാനാണ്. വെറുതെ ഞാനൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഭാഷയെ ആളുകൾക്ക് ഇഷ്ടമാണ്. അത്യാവശ്യം ഒരു കുഞ്ഞും പിന്നെ മലബാർ സ്ലാങ്ങും അല്ലെ അത് ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ട് ആളുകൾ അത് കേൾക്കാൻ വേണ്ടി രസം ഒന്നും കേൾക്കുന്നില്ല. നമ്മളൊക്കെ വന്നത് ഇത് പട്ടി കേൾക്കാനാണ്. പിന്നെ അത് നമ്മൾ ഇവർ പറഞ്ഞാലും ഒന്നോ രണ്ടോ പട്ടികളൊക്കെ പിന്നെ പട്ടികളല്ല മനുഷ്യന്മാർ കേൾക്കാം. നമ്മളൊന്നും പട്ടി പോലും കേൾക്കില്ല. ഒരു ഒന്നോ രണ്ടോ മനുഷ്യന്മാർ, അതിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഒന്നും ഇവർക്കാർക്കും ഇല്ല. ഇവരെ വിചാരം എന്ന് വെച്ചാൽ ഇവരെന്തോ വലിയ സംഭവമാണ്. അതിൻ്റെ പുറത്താണ് ഈ സാധനങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ പക്ഷേ അഭിപ്രായ രൂപീകരണത്തിനായിട്ട് ആ രീതിയിലുള്ള അഭിപ്രായം പറയും. നിങ്ങൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പം ഞാൻ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന മറ്റുള്ളവരായിട്ട് വന്നവിടെ തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യം ആ സമൂഹത്തിന് പൊതുവെ ഗുണകരമാവും എന്നുള്ള തോന്നലാണ്. ഞാൻ എന്നാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ല പറയല്ലേ, ശീലങ്ങൾ മാറ്റാൻ ആവശ്യം. അതല്ല ഞാൻ ആരോടും ഇത് പറയാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവരെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെന്തോ സംഭവമാണ്, ഇവർ കഴിയുമ്പോൾ ആളുകൾ കേൾക്കും, ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് തോന്നലുണ്ടോ. അതാണ് ഇവരുടെ ഒരു വലിയൊരു പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ഈ LDF ഓരോണം കൂടി വെച്ചാൽ ബംഗാളാവുന്നത്. ബംഗാളായതുകൊണ്ടാണ് ബംഗാളിലൊരു CPM അധികാരത്തിൽ വന്നിരുന്നുണ്ട്. അവർ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂപരിഷ്കരണം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കേരളം അതല്ല. കേരളം വളരെ ഡൈനാമിക് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ആ ഡൈനാമിക് ആയിട്ടുള്ള സൊസൈറ്റി CPM നിരന്തരം മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. അതായത് എതിർത്തല്ലാതെ അടുത്ത ദിവസം തന്നെ തള്ളിപ്പറന്ന് പുതിയനെ അംഗീകരിക്കാൻ തയ്യാറ്. ലൈവാണ് ഈ പാർട്ടി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലൈവായ പാർട്ടി CPM ആണ്. അതുകൊണ്ടാണ് അവർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷത്തിന് നടപ്പിലാക്കിയ പല കാര്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ കാരണം കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ഒരു വ്യക്തി, ഒരു നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞതിൻ്റെ ഇടക്കൊന്നും ഒരു വലിഞ്ഞു കൊടുത്തെന്നല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ലത്. അതിനി ശത്രുക്കൾ ഗോളടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. ഒരു നേതാവ്, ഒരു പാർട്ടി, ഒരു മുന്നണി, ഒരു തീരുമാനമാണ്. കേന്ദ്രമായിട്ട് ഇവർ പുറത്തു കുറ്റം പറയുമെങ്കിൽ ഉള്ളിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല ബന്ധമാണ്, ഫെഡറൽ ബന്ധം സ്ട്രോങ്ങാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റം എല്ലാവരും 5 ലക്ഷം വീടുകൾ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുക ചില കാര്യമല്ല. അതിനെതിരെ ലൈഫിനെതിരെ അന്വേഷണം നടത്തിയൊന്നും ആയില്ലല്ലോ. എന്ത് ഏജൻസികളൊക്കെ അന്വേഷിച്ചില്ലേ. അപ്പോൾ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ് ഇത്. ഈ ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ് വന്നാൽ കോൺഗ്രസ് വന്നാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അധികാരം തുടങ്ങും. പിന്നെ ഓരോരോ വകുപ്പും ഈ പറയുന്ന സഖ്യകക്ഷികളുടെ സാമ്രാജ്യമാണ്. അവിടെ ഒന്നും ചെയ്യാൻ അവർ സമ്മതിക്കില്ല, മറ്റൊരാളെ തൊടിയിക്കില്ല. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അതിന് നല്ല LDF വരികയാണെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങൾ കണ്ടിന്യൂറ്റി ഉണ്ടാവും. ഇപ്പോൾ റോഡ് വികസനമൊക്കെ എത്ര വേഗത്തിലാണ് പോകുന്നത്. പിന്നെ ഈ CPMമാരെ പ്രതിപക്ഷത്താക്കിയാലും പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാൻ അവർ സമ്മതിക്കില്ല. എല്ലാ സമരം ചെയ്ത് അവർ ലാഗിപ്പിക്കും. അത് നല്ല അവരെ കൊണ്ട് തന്നെ ഭരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും സച്ചിദാനന്ദൻ അറിയില്ല. എന്താ സച്ചിദാനന്ദൻ ബംഗാളെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാലം ഡൽഹിയിൽ ഉണ്ടായിരുന്നാണല്ലോ. ബംഗാൾ കേരളം പാർട്ടി പോലാണ് ഇവിടുത്തെ പാർട്ടി. ബംഗാൾ ദരിദ്രവാസികളുടെ പാർട്ടി, ഇവിടെ പൈസക്കാരെ പാർട്ടി. ഇവിടെ പൈസക്കാരെ പാർട്ടി ആയതെങ്ങനെ? ഇവിടെ നാട്ടുകാർ പൈസക്കാരായി ഗൾഫിലൊക്കെ പോയി. സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൻ്റെ ഭാഗത്ത് ഈ പാർട്ടിക്കാരും പൈസക്കാരായിട്ടുണ്ട്. മക്കളൊക്കെ എഞ്ചിനീയർമാരും ഗൾഫിൽ. ഇപ്പോൾ ജയരാജേട്ടനമായ ഗൾഫിൽ എന്തോ ജോലി ചെയ്യാണ്. മൂപ്പര വീട്ടിൽ സ്വിഫ്റ്റ് കാറുണ്ട്. അതെങ്ങനെ മേടിക്കുന്ന? ഭാര്യയ്ക്ക് ജോലിയുണ്ട്. പിന്നെ വെള്ള സ്വിഫ്റ്റ് കാർ ഞാനവിടെ കണ്ടിട്ടുണ്ട്. ചെറിയ വീടാണ്, ചെറിയ ടെറസ് വീട്. അത് ആ തീരുമാനം കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നാട്ടുകാർ മാറിയപ്പോൾ ജയരാജേട്ടനാണല്ലോ 1ാം നമ്പർ സഖാവ് എന്ന് പൊതുവെ ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്നതാണ് P ജയരാജേട്ടൻ. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ എല്ലാവരും മാറി, പാർട്ടിയും മാറി. അങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ വേറെ കോൺഗ്രസ് ആണ് ഇവർ 5 ദിവസം കൊണ്ട് ഇതെല്ലാം നശിപ്പിക്കും.
പിന്നെ ലീഗിൻ്റെ വകുപ്പുകൾ കുഴപ്പമില്ലാതെ പോകും, ബാക്കിയെല്ലാം കണ്ട് തന്നെ അറിയേണ്ടി വരും. അതാണ് വേറൊരു കാര്യം. BJPക്ക് ഇവിടെ അധികാരത്തിൽ ഒരാളെ ശേഷിയായിട്ടില്ല. CPM തന്നെ ഭരിക്കുന്നതാണ് നല്ലത്. പിന്നെ സച്ചിദാനന്ദ ഇടക്കിടക്ക് ഈ ബുദ്ധിജീവിതരം കൂടുതലല്ലോ. ആര് ഭരിക്കുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പോലീസിൻ്റെ ചില അട്രോസിറ്റീസ് ഉണ്ടാവും, ചില കൈക്കൂലിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് താരതമ്യേന കുറവും ഒരു പേടി ഉണ്ടാക്കാൻ പറ്റും. ഒരു CPM ആകെ ശ്രമിക്കേണ്ടത് വെച്ചാൽ ഈ ചില വിഭാഗങ്ങളിപ്പം മുഖ്യമന്ത്രിയുടെ യാത്ര പോയ നടന്ന സമയത്ത് ലാത്തി ചാർജുകൾ, അതുപോലെ സ്പാ റൈപ്പ് പോലുള്ള ചില വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അങ്ങനെയിലൊക്കെ ശക്തമായ നടപടിയെടുത്ത് മാതൃകവനായ ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതേപോലെ പിന്നെ SFIക്കാരുടെ ഹുങ്ക് കൊള്ളാവുന്ന ബോധം വീരമുള്ളവൻ SFI നേതാവാക്കണം, മുമ്പ് ചെയ്ത പോലെ. അല്ലാതെ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് നേതാവായി കഴിഞ്ഞാൽ അവനുണ്ടാക്കുന്നതിനും മറുപടി പറയേണ്ടി വരും. അപ്പോൾ CIT വലിയ പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടാണ് കൊള്ളാവുന്ന ആളുകളെ ഇപ്പോൾ നേതാക്കന്മാരാക്കിയിട്ടുണ്ട്. മുമ്പ് അതല്ല, അനുയായികൾ പറയുന്നത് കേൾക്കുന്ന CIT പിന്നെ നേതാക്കന്മാരായിരുന്നു. ഇപ്പോൾ അതല്ല, നേതാക്കന്മാർ പറയുന്ന അനുയായികൾ. അപ്പോൾ അതേപോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി. അതൊക്കെയാണ് സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലേ, സച്ചിദാനന്ദൻ പറയുന്നത് ഇപ്പോൾ പൊതുസമൂഹം അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. നിങ്ങൾ ചർച്ച ചെയ്ത് ഞാൻ പലതും പറയേണ്ടത് നിങ്ങളെന്താ ചർച്ച ചെയ്യാത്തത്? നമുക്ക് കത്തിലെ വിലയുള്ളൂ. സച്ചിദാനന്ദൻ വലിയൊരു ഫിഗറല്ലേ. അടുത്ത് ജ്ഞാനപീഠവും കിട്ടും സച്ചിദാനന്ദൻ. നൊബൽ സമ്മാനത്തിനൊക്കെ മുപ്പൊരു പേര് പോയിട്ടുണ്ട്. അത് പോയിട്ടുണ്ടായിരുന്നു. സച്ചിദാനന്ദൻ ഓപ്പറേറ്റ് ചെയ്ത് കയറുന്നതിൽ സത്യസമ്മതനാണ്. അല്ല, അയാളെ കവിതകളും കൊള്ളാം. അങ്ങനെ മൂപ്പര് കവിതകൾ ചിലത് കൊള്ളാം. ഈ ആവർത്തന വിരസം ഉണ്ടാക്കുന്ന തന്നെ നല്ല ഒറിജിനൽ കവിതകൾ പലതുണ്ട് മൂപ്പര്. അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ബോൻബി മനസ്സിലായി മൂപ്പരേ ഉള്ളൂ കൊള്ളാവുന്നൊരു കവി എന്ന് വെച്ചാൽ. അതൊക്കെ ശരിയാണ്. ആ ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഡൽഹിയിലൊരു പിന്നെ പിടിവള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഈ കേരളത്തിലേക്ക് പോകുന്നതും സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി മാറിയതും ഒക്കെ. അത് ഡൽഹിയിൽ പിടിവള്ളി അങ്ങനെ ഒന്നും BJP സൈഡിലേക്ക് ചാഞ്ഞു നിന്ന് കൊടുത്താൽ അവർ കൊടുക്കില്ല. അതങ്ങനെ ചാഞ്ഞു നിന്നുള്ള കൊടുത്തില്ല എന്നുള്ള അതിനങ്ങനെ ഇൻറ്റഗ്രിറ്റിയാണ്. അതൊക്കെ വലിയ കാര്യം തന്നെ. അല്ല അങ്ങനെയൊക്കെ അത് ഞാൻ പറഞ്ഞില്ല, അവർ BJP സൈഡിൽ ചാഞ്ഞു നിന്ന് അവർ കൊടുക്കും, സാധനം കൊടുക്കും സച്ചിദാനന്ദൻ. പക്ഷേ അദ്ദേഹം ചാഞ്ഞു നിന്ന് കൊടുത്തില്ല എന്നുള്ള നല്ല കാര്യമല്ലേ. അതിനൊന്നും ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഈ പണ്ടത്തെ ഹാലൂസിനേഷൻ നടക്കുന്നത് ഇപ്പം ഇവരൊക്കെ എന്നുവെച്ചാൽ ഈ SK പൊറ്റക്കാടിനെ കാണാൻ വേണ്ടിയിട്ട് മാഹിയിലെ സ്ത്രീകൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എത്തി നോക്കിയ കാര്യം M. കുന്തം പറയുന്നുണ്ട്. ആ കാലത്ത് സാഹിത്യകാരന്മാരൊക്കെ നായകന്മാരായിരുന്നു. ഇപ്പം അത് മാറി. പിന്നെ പൂർണ്ണസീർ, മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ആയി. ഇപ്പം ആ കാലഘട്ടം മാറി. ആ കാലഘട്ടം മാറിയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ടിക്ടോക്ക് താരങ്ങളായി, ഫുക്കൊക്കെ ആയി. ഇപ്പം അതും മാറിയിട്ട് നമ്മുടെ നാട്ടിൽ താരങ്ങൾ എന്ന് പറയുന്ന ആളുകൾ കൂടുതൽ കേൾക്കുന്ന പേരുകൾ ഒന്ന് നമ്മുടെ പാലാ സജീനൊക്കെ പേരുകളാണ്. പാലാ സജീൻ അറിയും, റീൽസ് താരാണ്, പിള്ളേർക്കൊക്കെ അറിയാം. വേടൻ, ഇങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ കാലത്തിലെ സച്ചിദാനന്ദൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനായ പുതിയ പിള്ളേർ ആരാന്ന് നോക്കി അപ്പൂപ്പേ. സച്ചിദാനന്ദനെ എത്ര പേർക്ക് അറിയാം? അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ജനറേഷൻ അറിയാം, പുതിയ പിള്ളേർക്കൊന്നും അറിയില്ല. അത് നമ്മളും മനസ്സിലാക്കണം. അതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുന്ന നല്ലത് പരമാവധി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ഉണ്ട്, നല്ലൊരു കവി. നാളെ അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് ഈ താഴെ ലോക്കൽ പൊളിറ്റിക്സ് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. മാത്രമല്ല അദ്ദേഹം മുമ്പ് പറഞ്ഞ സമയത്ത് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ലോകത്തെ മാറ്റം വരും എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല, ഓൺലി ക്യാപിറ്റലിസം ഉള്ളൂ. ഇപ്പോൾ ക്യാപിറ്റലിസമാണ് നല്ലതെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകാധിപത്യമാണ് പല രാജ്യങ്ങളിലും ഉള്ളത്. അപ്പോൾ ക്യാപിറ്റലിസം തമ്മിൽ ഭേദം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ സച്ചിദാനന്ദൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും IPM വരെ അവരുടെ പാടായെന്ന് വിചാരിച്ചപ്പോൾ മൂപ്പരെന്തിനൊക്കെ പറയേണ്ട ആവശ്യം? മൂപ്പരെ ഓർക്കുന്നവർ, മൂപ്പര് ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിച്ചില്ലേ മൂപ്പര് ഓർത്തു. മൂപ്പര് ചില കവിതകളുണ്ട്, മനോഹരമാണ്. പിന്നെ ചില കവിതകൾ ഇപ്പം നിരൂതയുടെ ഒക്കെ കവിതകൾ മൂപ്പരാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ മൂപ്പര് ഓർമ്മിക്കപ്പെടും എല്ലാ കാലഘട്ടത്തിലും. അതിനൊക്കെ നന്ദി നമുക്ക് മൂപ്പരോട്. മൂപ്പരിങ്ങനെ സ്വയം വില കളയരുത്. ഇനി ഈ പറയുന്നത് പെറ്റി പൊസിഷനൊന്നും ഇനി ഏറ്റെടുക്കേണ്ട ആവശ്യം മൂപ്പർക്കില്ല. അതിലും വലിയ സാധ്യത ഡൽഹിയിൽ ഇരുന്നാണ്. മൂപ്പർക്ക് മൂപ്പരെ പറ്റിയ ധാരണയില്ല, അതാണ് പ്രശ്നം. നമുക്ക് മൂപ്പരെ പറ്റിയ ധാരണയുണ്ട്. മൂപ്പരെ വലിപ്പം മൂപ്പർക്ക് അറിയില്ല. മൂപ്പര് ഈ സാധാ മിഡിൽ ക്ലാസ് മീഡിയോക്കേഴ്സ് കിടന്ന് കളിക്കുന്ന തലമുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.